അല്ലേ ഞങ്ങൾ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഷൂട്ടാണ് കേട്ടോ, ഓണം ഷൂട്ടെന്ന് വേണേൽ പറയാം. പക്ഷെ പുറത്ത് നല്ല മഴയാണ്, എന്താവും അറിയത്തില്ല. അപ്പം നമുക്ക് ചെറിയൊരു ഓണം ഷൂട്ടാണ്. അതെ, അമ്പലപ്പുഴ അമ്പലത്തിൽ വെച്ചിട്ടാണ് പോകുന്നത്. ഇവിടുന്ന് അത്യാവശ്യം ഒരു എത്ര കിലോമീറ്റർ ആണോ, ഒരു അരമുക്കാൽ മണിക്കൂറോളം യാത്രയുണ്ട്. നമ്മൾ രാവിലെ പോകാന്ന് വെച്ചാണ്, നടന്നില്ല. ഇപ്പം സമയം 9:30 അപ്പം ഈ സാരി നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജിന് അയച്ചാണ് കേട്ടോ, മിനിമൽ ലവ് എന്ന് പറഞ്ഞ ഒരു പേജ് നമുക്ക് അയച്ച ഒരു അടിപൊളി സാരിയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ നമുക്ക് വഴിയെ കാണാം. പിന്നെ മെയിനായിട്ട് നമ്മൾ ഈ ഒരു വ്ളോഗ് എടുക്കാൻ മെയിൻ കാരണം ഞങ്ങളൊരു ഗിവ് അവേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നല്ല അടിപൊളി സപ്പോർട്ടാട്ടോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ നമ്മൾ വിചാരിച്ചില്ല ഇത്രയും റെസ്പോണ്ട്. അതല്ല, ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് നമുക്ക് അതിനകത്ത് കമന്റ് ഇടുന്നത് കാണും. ഭയങ്കര സന്തോഷം. കാരണം പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു. നമ്മൾ ആദ്യമേ തീരുമാനം എടുത്തതായിരുന്നെങ്കിൽ ഇതിലും നല്ല കുറച്ച് പ്രോഡക്ട്സും നിങ്ങൾക്ക് പറ്റിയ ഗിഫ്റ്റ്സും. എനിക്കൊരു ഗിവ് അവേ എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ 2 പേർക്ക് കൊടുക്കാൻ പറ്റുന്ന, എന്നെ കൊണ്ടും അല്ലെങ്കിൽ ഞങ്ങൾ 2 പേരെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന നല്ല ഒരു ഗിഫ്റ്റ് ആയിരിക്കും. സോ എന്താ പറയാമെന്ന് പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ഒരാളെ മാത്രമല്ല നമ്മൾ തീരുമാനിച്ചുള്ളൂ, 2 പേരെ സെലക്ട് ചെയ്യാന്ന് വെച്ചു. നിങ്ങൾ ആരും ഇപ്പൊ കിട്ടിയ ഒരുപാട് പേര് അത് കമന്റ് ഇടുന്നുണ്ട്, ഇതുവരെ കിട്ടിയിട്ടില്ല, ഗിവ് അവേ കിട്ടിയിട്ടില്ല. അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ട്. എനിക്കത് കിട്ടിയിട്ടില്ല. നിങ്ങൾ കുറെ ഗിവ് അവേക്കകത്ത് നിങ്ങൾ കുറെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ എത്രയും പേരുടെ കമന്റ് കാണുമ്പോൾ അതല്ല 4000 5000 അടുപ്പിച്ച് കമന്റ് ആയി. സോ അതിനകത്തുനിന്ന് ഒരാളെ പിക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് ആണ്. അപ്പൊ 2 പേർക്ക് കൊടുക്കാന്നാണ് ഞങ്ങളുടെ ഒരു പ്ലാന്. സോ അപ്പൊ എനിക്ക് കമന്റ് ഇട്ടവരിനി ഇട്ടോട്ടെ, കുഴപ്പമില്ല. ഇനി കമന്റ് ഞങ്ങൾ എന്താ വേറൊരു വീഡിയോ ചെയ്യാനായിരുന്നു വിചാരിച്ചത്. പിന്നെ അപ്പൊ എല്ലാവരും അതിനകത്തൊന്ന് കമന്റ് ഇടും. ലിങ്ക് ഈ വീഡിയോയുടെ അടിയിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ അതുമല്ല, നമുക്ക് 100K സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോഴാണ് നമ്മൾ ഗിവ് അവേ പിന്നെ സെലക്ട് ചെയ്യുന്നതെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പൊ നമുക്ക് എത്ര 90 നാളായിട്ടാവും. അപ്പം ആ ടൈമിൽ നമ്മൾ 2 പേർക്കായിരിക്കും കൊടുക്കുക. 2 പേർ ഒരാൾക്ക് എന്താ കൊടുക്കുന്നതെന്ന് നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. അതെന്തായാലും നമ്മൾ റിവീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഗിവ് അവേ എങ്ങനെ പോകുന്നു, ഈ ഗിവ് അവേ അടിപൊളിയായിട്ടാ പോകുന്നതെങ്കിൽ ഉടനെ തന്നെ നമ്മൾ അടുത്ത് തന്നുകൊണ്ടിരിക്കും. ഒരു ഗിവ് അവേ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നില്ല. നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാമെന്നാണ് നമ്മുടെ തീരുമാനം. സോ ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാരും കമന്റ് ഇല്ലെന്നുണ്ടെങ്കിൽ എന്തായാലും ആ വീഡിയോക്ക് അത് കമന്റ് ഇടണം കേട്ടോ. നമുക്ക് ഭാഗ്യം ആർക്കാന്ന് പറയാനൊന്നും പറ്റൂലല്ലോ. കിട്ടിയില്ലെന്ന് ഓർത്ത് വിഷമിക്കുകയും ചെയ്യരുത്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തായാലും എല്ലാവരെയും സഹായിക്കാൻ ഞങ്ങൾ റെഡിയാണ് അല്ലേ. സോ അത് പറയാനും കൂടാണ് മെയിനായിട്ട് ഞങ്ങൾ ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പൊ നമുക്ക് ഗെറ്റ് റെഡി കാണാം, അത്രല്ലേ ഉള്ളൂ. എന്റെ ഗെറ്റ് റെഡി ആണ്, ഇത് ഒരുങ്ങിയിരിക്കുക. ഞാൻ വീഡിയോ ഉണക്കാൻ പറഞ്ഞു. ഞാൻ ആദ്യം സൺസ്ക്രീനാണ് കേട്ടോ ഇട്ടത്. സൺസ്ക്രീൻ മാത്രമേ ഇടുന്നുള്ളൂ. പറയുന്നാല് ഷൂട്ടാണെങ്കിലും പ്രത്യേകിച്ചൊന്നും. മൈക്ക് ഓണല്ലയോ പച്ച കത്തിരിക്കുക ഇവിടെ. അപ്പം കണ്ണിക്കുത്തി ഷൂട്ടാന്ന് വെച്ചാൽ നമ്മൾ വേറെ രീതിയിലൊന്നും മേക്കപ്പ് ഒന്നും ഇടുന്നില്ല കേട്ടോ. ഇവർക്ക് ജസ്റ്റ് ഒരു സിമ്പിൾ. നമുക്ക് ഇപ്രാവശ്യം നമ്മൾ അധികം ഷൂട്ടും കയറി പിടിച്ചില്ല. ഓണത്തിനായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യുന്നില്ല. കടയൊക്കെ വന്നതുകൊണ്ട് നമുക്ക് അതിനുള്ള സമയം ഗ്യാപ്പൊന്നും കിട്ടുന്നില്ല. നമുക്ക് ഇനി ആദ്യമേ അങ്ങ് ഐബ്രോസ് വലിയ ഞാൻ ഓൾറെഡി ത്രെഡ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് എളുപ്പമാണ്. ഞാനിവിടെ ഇങ്ങനെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇത് ഏത് ബ്രാൻഡാണെന്നൊന്നും എനിക്കറിയത്തില്ല. ലാക്മേ ആണോ ആന്ന് തോന്നുന്നു. അല്ലാണ്ട് ഓഫ്ലൈനായിട്ട് വാങ്ങിച്ചതോ അതിനകത്ത് പേരൊന്നും ഇല്ല.
മാഞ്ഞു പോയി. സോ ഇങ്ങനെ ജസ്റ്റ് ഇവിടുന്ന് മണ്ടയ്ക്ക് മാത്രം ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കും. എനിക്ക് പിന്നെ സ്റ്റാർട്ടിങ്ങിലൊന്നും ഇല്ല. ഫില്ല് ചെയ്താൽ പിള്ളേച്ചൻ എൻ്റെ വീട്ടിലിരിക്കും. ഇങ്ങനെ വരച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിൽ തന്നെ ബ്രഷ് ഉണ്ട്. നിങ്ങൾ ആ സൈഡൊന്നും നോക്കരുത് കേട്ടോ, അത് ഫുള്ള് മെഷായിട്ടിരിക്കും. എന്താ അത് ജസ്റ്റ് തിരിച്ച് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പം പിന്നെ വലിയ ഇത് കാണത്തില്ല. ബ്ലഷ് ആയിട്ട് ഇടുന്നത് എൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. എനിക്ക് ബ്ലഷ് ഉണ്ട്, പക്ഷെ അതൊരു പിങ്ക് കളറാണ്. അത് കണ്ടാന്ന് വിചാരിച്ചു. ആ സൺസ്ക്രീൻ ഇടുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഗ്ലോയാണ്, നല്ല ഗ്ലോ ഉണ്ട്. സോ ഒരു മേക്കപ്പ് ഇട്ട ഫിനിഷ് ഉണ്ട്. ചത്ത കണ്ണിനെന്ന് വേണം. ലിപ്പിൻ്റെ പരിപാടി ആദ്യമേ അങ്ങ് തീർക്കാം. അതായത് ലിപ് ലൈനർ വരച്ച് ഞാനിപ്പോൾ ഓൾറെഡി ലിപ് ബാം ഇട്ടിട്ടുണ്ട്. ഇത് മാഴ്സിൻ്റെ ആണെന്ന് തോന്നുന്നു. അതെ, മാഴ്സിൻ്റെ എഡ്ജ് ഓഫ് ഡിസയർ എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡാണെന്ന് തോന്നുന്നു. നല്ല ഷെയ്ഡാട്ടാ. രണ്ട് ലിപ്സ്റ്റിക് ഉണ്ട്, ഏത് വേണമെങ്കിലും ഇടാം. രണ്ടും ഏകദേശം ഒരു ഷെയ്ഡ് തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബോൾഡ് നിൽക്കുന്ന ഇതായിരിക്കും. എനിക്കിതിട്ട് നോക്കാം. പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഉള്ളതൊക്കെ ഞാനിവിടെ സൈഡിൽ ടാഗ് ചെയ്തേക്കാം കേട്ടോ. ഇത് ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചു. ഇതിൻ്റെ ലിങ്ക് എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ കുറേ നോക്കി, ഇതിൻ്റെ ലിങ്ക് കിട്ടുന്നില്ല. ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ ഗിവയ്ക്കകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെപ്പോൾ നോക്കിയാൽ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വെച്ചു. കണ്ട മുഖത്തൊരു. ഇനി നമുക്ക് പൊട്ട് തന്നെ. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് ചോദിച്ചതാണ് ഈ പൊട്ട് എവിടെ നിന്നാണ് വാങ്ങിച്ചത്, ഓൺലൈനാണോ? ഓൺലൈനൊന്നും അല്ല കേട്ടോ. ഇത് ഞാൻ അല്ലാണ്ട് കായംകുളത്തുനിന്ന് വാങ്ങിച്ചതാണ്. കായംകുളം ചെറിയാം ഫാൻസിന്ന് വാങ്ങിച്ചത്. നമുക്ക് ഷോപ്പുണ്ട്. ഷോപ്പിലേക്ക് ഓണത്തിന് സാധനം, ഞാൻ ഇങ്ങോട്ട് നോക്കി സംസാരിക്കുന്നത്, ഷോപ്പിലേക്ക് ഓണത്തിന് സാധനം എടുക്കാൻ വേണ്ടി പോയപ്പം എടുത്തതാണ്. കാരണം അതല്ല, ഞാൻ ഒരുപാട് പേര് ഷൂട്ടിന് ഈ പൊട്ടിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ഇതിലും വലുതാണ്, പക്ഷെ കണ്ടപ്പോൾ വലുതാന്ന് തോന്നി. മുഖത്തിടുമ്പോൾ ഇച്ചിരിയേ ഉള്ളൂ. അതല്ല, ഇതിന് ഒരുപാട് പശയില്ല കേട്ടോ. കാണാനുള്ള ലുക്കൊന്നുമില്ല, പശയില്ല. പെട്ടെന്ന് തട്ടുമ്പോൾ അങ്ങ് പോകും. തൊട്ടടുത്തെല്ലാം ചോന്നു. കണ്ട അല്ലേ? ഇനി നമുക്ക് കണ്ണെഴുതണം. അതാണ് ഇതിലെല്ലാം ടാസ്ക്. ഇതിന് മുന്നേ ഞാൻ അമ്മ എരിയിച്ച കൺമഷിയായിരുന്നു. ഇതിപ്പോൾ ആയുർവേദിക് കൺമഷിയാണ്. കാരണം അമ്മ എരിച്ചത് തീർന്നു, നമ്മൾ പുതിയതായിട്ടൊന്നും എരിച്ചില്ല. ഇതെനിക്ക് കോട്ടയ്ക്കലാണോ അതേതോ. ഇത് അത്യാവശ്യം നല്ലതാണ്. എനിക്ക് കണ്ണിന് വലിയ കുഴപ്പമില്ല. മറ്റേത് എപ്പോഴും ഇങ്ങനെ നിറഞ്ഞ് വരും കടയിൽ നിന്ന് മേടിച്ചത്.
ഓക്കെ, കണ്ണ് താഴെ ജസ്റ്റ് എഴുതി. നമുക്കിനി ഐലൈനർ വെച്ച് അത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഐലൈനർ ഡാസ്ലറിൻ്റെ ആണ് കേട്ടോ. വർഷങ്ങളായിട്ട് ഞാനിതാ യൂസ് ചെയ്യുന്നത്. എനിക്ക് വേറെ യൂസ് ചെയ്യുമ്പം പറ്റുന്നില്ല, ചൊറിയുന്ന പോലെ. അതുമല്ല എൻ്റെ ഇവിടെ ഒരു പാടുണ്ടായിരുന്നു, ഒരു വെള്ളൊരു പാട്. അതേപോലെ തന്നെ ഇപ്പോൾ ഇട്ടേക്കുന്ന വീഡിയോസിനകത്ത് ഫോട്ടോസിനകത്തൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്ന മുഖത്തിന് ഗ്ലോ എന്തോ സ്ട്രോപ്പ് ക്രീം ആണോ? അല്ല കേട്ടോ, സ്ട്രോപ്പ് ക്രീം ഒന്നും അല്ല. ഞാൻ ജസ്റ്റ് ടാഗ് കൊടുക്കാറുണ്ട്, കാരണം ലിപ്സ്റ്റിക്കിൻ്റെ ലിങ്ക് ചിലപ്പോൾ കിട്ടത്തില്ല. അപ്പം ഈ സ്ട്രോപ്പ് ക്രീമുമായിട്ട് കോംബോ വരുന്നതിനകത്തായിരിക്കും അതിൻ്റെ ലിങ്ക്. സോ ഞാൻ അതുമായിട്ട് ഇതാക്കി ഇടുന്നതാണ്. സത്യം പറഞ്ഞ ഗ്ലോയുടെ രഹസ്യം ഈ ഒരു സൺസ്ക്രീനാണ്. പ്രൊമോട്ടേഷനൊന്നും അല്ല, അല്ലാണ്ട് പറഞ്ഞതാണ്. വെറി ബ്രൈറ്റിൻ്റെ സൺസ്ക്രീൻ. പേര് പോലെ തന്നെ അടിപൊളിയാണ് കേട്ടോ. കണ്ണെഴുതുന്നത് വീഡിയോ ചെയ്യുമോ? ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. താഴോട്ട് ഷോർട്സിനകത്ത് നോക്കിയാൽ കാണാം, ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ടൈമിൽ വീഡിയോ എടുക്കുമോ പറയുന്ന ടൈമിൽ എടുക്കാൻ നിന്നാൽ എനിക്ക് പറ്റത്തില്ല. ഇപ്പം തന്നെ നല്ല വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റ് എഴുതാൻ കിട്ടുന്നില്ല. അതല്ല, നമ്മൾ വേറെ എവിടെയെങ്കിലും പോകാൻ നല്ല രീതിയിൽ ആഗ്രഹിച്ച് പോകാൻ ഒരുങ്ങുമ്പോൾ ഈ പറയുന്ന പോലെ ഒന്നും ശരിയാകത്തില്ല. ഒരു കണ്ണ് സെറ്റായിട്ടുണ്ട്, ഇപ്പുറത്തെ കണ്ണ് എന്താവുന്നു ഒരു ഐഡിയ ഇല്ല. ഒന്ന് ശരിയായാൽ മറ്റേ ശരിയാവില്ല, അങ്ങനെയാണില്ലോ. ബോറടിക്കുന്നുണ്ടോ ഞാനിങ്ങനെ പറയുമ്പോൾ? ഒക്കെ ഞാൻ രണ്ട് വശവും എഴുതിയിട്ടുണ്ട് അത്യാവശ്യം ഭംഗിയിൽ. നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. മസ്കാര ഇടുമ്പം റെഡിയാവുമായിരിക്കും. മസ്കാര തേണ്ട ഈ ഒരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. കരി അത് പോകുന്നില്ല. ഇത് ഡബിൾ ട്രബിൾ മസ്കാര ലെങ്ത് ആൻഡ് വോളിയം വരുന്നു. നല്ല മസ്കാര കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്കൊന്നാമതേ കൺവീൽ. അയ്യോ, ഇതാണ് മിണ്ടാത്തത്, കണ്ടോ? അതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തത്. ഇങ്ങനൊക്കെ പറ്റുന്നവരുണ്ടോ? കമൻറ്റ് ചെയ്യണം കേട്ടോ. കോൺഫിഡൻസ് പോയി. രണ്ട് സൈഡും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മൊത്തത്തിൽ ഉള്ള കലാപരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ എൻ്റെ ഗെറ്റ് റെഡി. ചുവന്നിരിക്കട്ടെ. തലമുടി ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടേക്കാണ്. നമുക്ക് അവിടെ പോയിട്ട് ഒന്നെങ്കിൽ ഇങ്ങനെ അങ്ങ് കെട്ടും. അത്രയേ ഉള്ളൂ. കൊള്ളാം. ഇങ്ങനെ ഇതുണ്ട്, നല്ല രസമുണ്ട്. കണ്ടോ? കമ്മലോ? എനിക്കറിയാം നോക്കുമ്പോ. കൊള്ളാമോ? ഇയാള് കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇടും. ഏത്? അതെന്താ? അതാണ് ഇഷ്ടപ്പെട്ടെ? അതിത് ഇങ്ങനത്തെ അതേണ്ടേ? ഇങ്ങനത്തെ ഇങ്ങോട്ട് നോക്ക്. അല്ല പോ. നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ ഇത്രേ ഉള്ളു. പിന്നെ ഇനി അവിടെ പോയിട്ട് എന്തെങ്കിലും വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം. ഇത് തന്നെ ഇപ്പോൾ ഇത്തിരി ലോങ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ബാഗ് പാക്ക് ചെയ്ത് വള കയറുന്നില്ല. പോയി